തിരുവനന്തപുരത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച 9 വയസ്സുകാരൻ ദേവപ്രയാഗിന്റെ അവയവങ്ങൾ രോഗികൾക്ക് നൽകാനായിട്ട് കൈമാറി. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, കണ്ണാശുപത്രി, കിംസ് എന്നീ ആശുപത്രികൾക്കാണ് അവയവങ്ങൾ കൈമാറിയിരിക്കുന്നത്. ദേവപ്രയാഗിന് ആശുപത്രി അധികൃതർ ആദരവും അർപ്പിച്ചു. അതുപോലെ മസ്തിഷ്ക മരണം സംഭവിച്ച 53-കാരനായ കവടിയാറിലെ ദിവാകര രാജേഷും ഇനി 5 പേരുടെ ജീവനിലൂടെ ജീവിക്കുക തന്നെ ചെയ്യും. അവർക്ക് ആണ് അവയവങ്ങൾ കൈമാറിയിരിക്കുന്നത്. സലീം അലിക്ക് വിവരങ്ങൾ നൽകുന്നു. വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് പറയൂ സലീം. എസ്കേൻ, വളരെ മാതൃകാപരമായ ഒരു തീരുമാനമാണ്. ഈ മരണത്തിൻ്റെ ദുഃഖത്തിനിടയിലും ഒരു വലിയ സന്ദേശം നൽകിയാണ് ആ രണ്ടുപേരും മടങ്ങിയിരിക്കുന്നത്. 9 വയസ്സുകാരനായ ദേവപ്രയാഗും ഒപ്പം 51-കാരനായ കവടിയാർ സ്വദേശി ദിവാകറും രണ്ടുപേരുമാണ് നിരവധി ആളുകൾക്ക് പുതുജീവൻ പകർന്നുകൊണ്ടാണ് ഇപ്പോൾ കടന്നുപോയിട്ടുള്ളത്. അതിൽ തന്നെ ദേവപ്രയാഗിൻ്റെ അവയവങ്ങൾ രോഗികൾക്ക് നൽകാനായി കൈമാറിയപ്പോൾ 3 ആശുപത്രികൾക്കാണ്, ഒന്ന് ശ്രീചിത്രയിലേക്കും ഒപ്പം തന്നെ ഈ നേത്രപടലങ്ങൾ കണ്ണാശുപത്രിയിലേക്ക് ഏതെങ്കിലും നിലയിൽ കാഴ്ച പ്രശ്നം വരുന്ന രോഗികളുണ്ടെങ്കിൽ അവർക്ക് നൽകാനായും മറ്റേ അവയവങ്ങൾ കിംസ് ആശുപത്രിയിലേക്കുമാണ് കൈമാറിയിരിക്കുന്നത്. ഒരു വൃക്കയും കരളും കിംസ് ആശുപത്രിയിൽ തന്നെയുള്ള രോഗിയിൽ ഇതിനോടകം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. ഹാർട്ട് വാൽവും നേത്രപടലങ്ങളും രോഗികൾക്ക് കൈമാറാനായി സൂക്ഷിച്ചു വെക്കാനാണ് നിലവിലെ തീരുമാനം. അതിനിടയിൽ ഒരു കിഡ്നിയും പാൻക്രിയാസും രോഗികൾക്ക് യോജിക്കില്ല എന്നതിനാൽ അത് ഉപയോഗിക്കാനാവില്ല എന്നുള്ളതും ആശുപത്രി അധികൃതർ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ അതുകൂടി ഉപയോഗിച്ചേനെ. അതിനിടയിലാണ് ഇത്രയും വലിയ ഒരു ദാനം നൽകി മടങ്ങിയ ദേവപ്രയാഗന് കിംസ് ആശുപത്രി അധികൃതർ ആദരവ് അർപ്പിച്ചു. ഇന്ന് രാവിലെയോടുകൂടിയാണ് ആശുപത്രിയിൽ ഈ ആദരവർപ്പിക്കുന്ന ചടങ്ങ് നടന്നത്. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. 2 ദിവസം മുൻപാണ് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി വരവേ ഈ ദേവപ്രയാഗും ഒപ്പം തന്നെ അച്ഛനും സുഹൃത്തും സഞ്ചരിച്ച കാറ് അപകടത്തിൽപ്പെട്ടത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മറ്റു 2 പേരും മരിച്ചിരുന്നു. ദേവപ്രയാഗ് ആശുപത്രിയിൽ എത്തിച്ച സമയത്താണ് അതിന് പിന്നാലെ ഇന്നലെയാണ് മരണം സ്ഥിരീകരിച്ചത്. അതിനിടയിലാണ് ഈ തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് മരണം സംഭവിച്ച കവടിയാർ ജവഹർ നഗർ സ്വദേശി ദിവാകർ എസ് രാജേഷും ഈ അവയവദാനത്തിന് അദ്ദേഹത്തിന്റെ കുടുംബവും സന്നദ്ധത അറിയിച്ചത്. അത് 5 പേരിലൂടെയാവും ദിവാകർ ഇനി ജീവിക്കുക. വൃക്ക, കരൾ, 2 നേത്രപടലങ്ങൾ എന്നിവയാണ് ദിവാകറും ദാനം ചെയ്യുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.